OET with ടെൻസി. അപ്പം റീഡിങ്ങിന്റെ പാർട്ട് സി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ ആൻസർ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് വിത്ത് എക്സാമ്പിളിലൂടെ നോക്കാം. സോ ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നതിന് അവർ ആ ക്വസ്റ്റ്യനിൽ ആ ഒപ്പീനിയൻ എന്നുള്ള ഒരു വേർഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ അവർ പറയാറുണ്ട് ദ റൈറ്റർ സേസ് ദാറ്റ്, ദ റൈറ്റർ സജസ്റ്റ് ദാറ്റ്. അതല്ലെങ്കിൽ നെക്സ്റ്റ് ചോദിക്കാനുള്ളത് ദ റൈറ്റർ എക്സ്പ്രസ് ദ ഐഡിയ ദാറ്റ്, അതല്ലെങ്കിൽ ഹി തിങ്സ് ദാറ്റ്. നെക്സ്റ്റ് ചോദിക്കാൻ അക്കോർഡിംഗ് ടു ദ റൈറ്റർ ഹി ബിലീവ്സ് അല്ലെങ്കിൽ ഹി സേസ്. നെക്സ്റ്റ് ഇൻ വ്യൂ ഓഫ് ദി റൈറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് എന്ത് ചെയ്യാറുണ്ട്? ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി ഈ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാറുണ്ട്, ഈ വേർഡ്സുകളെല്ലാം യൂസ് ചെയ്ത്. അതുപോലെ തന്നെ നമ്മുടെ പാസേജിൽ നമ്മുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ദ റൈറ്ററിന്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ വേർഡ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറച്ച് വേർഡ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അതിനെ ഹെഡ്ജിങ് വേർഡ്സ് എന്നാണ് പറയുന്നത്. ക്യാൻ, കുഡ്, മേ, മൈറ്റ്, വുഡ്, ഇതെല്ലാം ഹെഡ്ജിങ് വേർഡ്സ് ആണ്. സോ ഇതെല്ലാം നമ്മളുടെ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സെന്റൻസിൽ യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോൺട്രാസ്റ്റ് വേർഡ്സ്. ഡെസ്പൈറ്റ്, പെർഹാപ്സ്, ഓൾദോ, ഇവൺ ദോ, ബട്ട്, ഇതെല്ലാം എന്താണ്? നമ്മളുടെ ഐഡിയാസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സുകളാണ്. സോ നമുക്കിവിടെ വിത്ത് എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്. ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ദ ഇഗ്ലീഷ്യസ് സ്പൈറിംഗ് സേസ് ഹി ബിലീവ്സ്. സോ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ പാരഗ്രാഫിൽ ഡോക്ടർ ഇഗ്ലീഷ്യസ് സ്പൈറിംഗ് സേസ്, അദ്ദേഹം പറയുന്നത് ഹി ബിലീവ്സ്, അദ്ദേഹം വിശ്വസിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഹിസ് ഒപ്പീനിയൻ അല്ലെ. സോ നമുക്ക് ഇനി പാരഗ്രാഫിലേക്ക് പോകാം. സോ പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ അവർ പറയുന്ന ഇതാണ്, എഫക്റ്റീവ് മൈഗ്രെയിൻ ട്രീറ്റ്മെന്റ്സ് ആർ അവൈലബിൾ. സോ ദാറ്റ് ഈസ് എ ഫാക്ട്. സോ ഫാക്ട് ഒരിക്കലും നമുക്കൊരു ഒപ്പീനിയൻ ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പൊ പറയാം സൂര്യൻ എന്നും ഉദിക്കുന്നുണ്ട്. സോ എനിക്കതൊരു ഒപ്പീനിയൻ ആയിട്ട് കൺവേ ചെയ്ത് പറയാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാണ് ഞാൻ വിചാരിക്കുന്നത് സൂര്യൻ എന്നും ഉദിക്കാറുണ്ടെന്നാണ്. സോ നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അതൊരു ഫാക്ട് ആണ്, യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. സോ അതിനെ നമുക്കൊരു ഒപ്പീനിയൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഇവിടെ ഇവർ പറയുകയാണ് എഫക്റ്റീവ് മൈഗ്രെയിൻ ട്രീറ്റ്മെന്റ്സ് ആർ അവൈലബിൾ. അപ്പം എഫക്റ്റീവ് മൈഗ്രെയിൻ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഇനി അവരെന്താണ്? ഇനി ഒപ്പീനിയൻ ആണ് വരുന്നത്. പക്ഷേ മെനി മൈഗ്രെയിൻ സഫറേഴ്സ് ഡു നോട്ട് ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദം. സോ റൈറ്ററിന്റെ ഒപ്പീനിയൻ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യാണ്. പക്ഷേ മെനി മൈഗ്രെയിൻ സഫറേഴ്സ് ഡു നോട്ട് ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദം. സോ ഒരുപാട് മൈഗ്രെയിൻ സഫറേഴ്സ് എന്ത് ചെയ്യാറില്ല? ഇതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാറില്ല. ഐദർ ബിക്കോസ് ദേ ഡു നോട്ട് സീക്ക് ഹെൽപ്പ്, ഒന്നില്ലെങ്കിൽ അവർ ഹെൽപ്പ് അവർക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം, അവർ ഹെൽപ്പ് എടുക്കാത്തത് കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഓർ ദേ മിസ്റ്റേക്കൻലി ബിലീവ് ദേ ആർ ജസ്റ്റ് സഫറിംഗ് ഫ്രം റെഗുലർ ഹെഡേക്ക്. അതല്ലെങ്കിൽ അവർ വിചാരിച്ചിരിക്കുന്നത് ഇതൊരു സാധാരണ ഹെഡേക്ക് ആണെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിലീവ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഐ തിങ്ക്, ഞാൻ വിചാരിക്കുന്നത് 80% ഓഫ് ഓൾ മൈഗ്രെയിൻ സഫറേഴ്സ് ക്യാൻ ബി എഫക്റ്റീവ്ലി ഹെൽപ്ഡ്. സോ ക്യാൻ ബി, കുഡ്, ഇതെല്ലാം എന്ത് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്? നമ്മളുടെ ഐഡിയ അല്ലെങ്കിൽ ഒപ്പീനിയനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്, ഹെഡ്ജിങ് വേർഡ്സ് ആണ്. സോ ഇവിടെ പറയാണ് ഐ തിങ്ക് 80% ഓഫ് ഓൾ മൈഗ്രെയിൻ സഫറേഴ്സ് ക്യാൻ ബി എഫക്റ്റീവ്ലി ഹെൽപ്ഡ്. ഞാൻ വിചാരിക്കുന്നത് 80% മൈഗ്രെയിൻ സഫറേഴ്സിനെ എന്താണ് എഫക്റ്റീവ്ലി ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ്. പക്ഷേ ഓൺലി അബൌട്ട് എ ക്വാർട്ടർ ഓഫ് ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80%ന്റെ ക്വാർട്ടർ ഓഫ് ദം, ദാറ്റ് ഈസ് 20%. ബട്ട് ഓൺലി അബൌട്ട് എ ക്വാർട്ടർ ഓഫ് ദം ആർ എഫക്റ്റീവ്ലി ഹെൽപ്പ് അറ്റ് ദ പ്രസന്റ് ടൈം. പക്ഷേ 80%ന്റെ ക്വാർട്ടർ മാത്രമേ എഫക്റ്റീവ്ലി ഹെൽപ്പ് ചെയ്യപ്പെടുന്നുള്ളൂ ഇപ്പോൾ. സെയ്സ് ഡോക്ടർ ഇഗ്ലീഷ്യസ് സ്പൈറിംഗ്സ്. സോ ഇത് പറഞ്ഞിരിക്കുന്ന ആരാണ്? ഡോക്ടർ ഇഗ്ലീഷ്യസ് സ്പൈറിംഗ്സ് ആണ്. സോ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ തരുകയാണ്, അസോസിയേറ്റ് ക്ലിനിക്കൽ പ്രൊഫസർ ഓഫ് ന്യൂറോളജി അറ്റ് ഹാർവർഡ് മെഡിക്കൽ സ്കൂൾ. അതിനുശേഷം പറയുകയാണ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ മൈഗ്രെയിൻ റിലീഫ് ഈസ് എ ക്ലാസ് ഓഫ് ഡ്രഗ്സ് കോൾഡ് ട്രിപ്പൻസ്. അപ്പം അതിനുശേഷം പിന്നെ വേറൊരു ഐഡിയ ആണ് പറഞ്ഞു പോകുന്നത്. സോ ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ മൈഗ്രെയിൻ റിലീഫ്, അതായത് മൈഗ്രെയിൻ റിലീഫിന്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് ഓഫ് ഡ്രഗ്സ് കോൾഡ് ട്രിപ്പൻസ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിലുള്ള ഡ്രഗ്സ് ആണ്. വെൻ ടേക്കൺ അറ്റ് ദ ഫസ്റ്റ് ട്വിഞ്ച് ഓഫ് മൈഗ്രെയിൻ. എന്നിട്ട് അവർ പറയുകയാണ് ഇത് നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡ്, മൈഗ്രെയിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ട്രിപ്പൻസ് ക്യാൻ റിലീവ് പെയിൻ. ട്രിപ്പൻസിന് എന്ത് ചെയ്യാൻ പറ്റും? പെയിൻ റിലീവ് ചെയ്യാനായിട്ട് പറ്റും, നോസിയ റിലീവ് ചെയ്യാനായിട്ട് പറ്റും, ആൻഡ് ലൈറ്റ് സെൻസിറ്റിവിറ്റി റിലീവ് ചെയ്യാനായിട്ട് പറ്റും. സോ ട്രിപ്പൻസ് ക്യാൻ റിലീവ് പെയിൻ, നോസിയ ആൻഡ് ലൈറ്റ് സെൻസിറ്റിവിറ്റി.
ദീസ് മെഡിക്കേഷൻ ഹാവ് ബീൻ ഓൺ ദ മാർക്കറ്റ് ഫോർ അബൌട്ട് 20 ഇയേഴ്സ് നൗ. ഈ മെഡിക്കേഷൻസ് മാർക്കറ്റിൽ എത്തിയിട്ട് 20 വർഷങ്ങളാവുന്നു. ഡോക്ടർ സ്പൈറിംഗ് സേസ്, ഇതും അദ്ദേഹം തന്നെയാണ് പറയുന്നത്. ദേ ആർ ജനറലി വെരി സേഫ് ആൻഡ് വെൽ ടോളറേറ്റഡ് ആൻഡ് ഓൾസോ വെരി എഫക്റ്റീവ്. ഇത് വളരെ സേഫ് ആണ്, അതുപോലെ തന്നെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അതുപോലെ എഫക്റ്റീവുമാണ്. അദ്ദേഹത്തിന്റെ വേർഡുകളാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ പാസേജിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഐഡിയാസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഹെഡ്ജിങ് വേർഡ്സോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് വേർഡ്സോ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ട് വരുന്നുണ്ട്. സോ നമുക്കിവിടെ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്ന ഇതാണ്, there are not enough migraine medications, so but those that do exist work well. So there are not enough migraine medications. പക്ഷെ നമുക്ക് നമ്മളുടെ പാരഗ്രാഫിൽ തന്നിരിക്കുന്ന എന്താണ്? സോ ഒരു ഫാക്ട് പോലെ നമുക്ക് തന്നിട്ടുണ്ട്, എഫക്റ്റീവ് മൈഗ്രെയിൻ ട്രീറ്റ്മെന്റ്സ് ആർ അവൈലബിൾ. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. സോ there are many treatments available, there are many medications available for migraine treatment. So the next option നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അറ്റ്ലീസ്റ്റ് 80% ഓഫ് പീപ്പിൾ വിത്ത് മൈഗ്രെയിൻസ് ആർ ഹെൽപ്ഡ് ബൈ മെഡിക്കേഷൻസ്. സോ നമ്മളുടെ ഈ ഡോക്ടർ ഇഗ്ലീഷ്യസ് പറയുന്നത് ഇതാണ്, ഐ തിങ്ക് പാരഗ്രാഫിൽ ഐ തിങ്ക് 80% ഓഫ് ഓൾ മൈഗ്രെയിൻ സഫറേഴ്സ് ക്യാൻ ബി എഫക്റ്റീവ്ലി ഹെൽപ്ഡ്. ഞാൻ വിചാരിക്കുന്നത് 80% മൈഗ്രെയിൻ സഫേഴ്സിനെ എന്താണ് എഫക്റ്റീവ്ലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷെ നമ്മൾക്ക് നമ്മുടെ ബി ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താണ്? അതൊരു ഫാക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അറ്റ്ലീസ്റ്റ് 80% ഓഫ് പീപ്പിൾ വിത്ത് മൈഗ്രെയിൻസ് ആർ ഹെൽപ്ഡ് ബൈ മെഡിക്കേഷൻ. 80% എങ്കിലും ആളുകൾ മൈഗ്രെയിൻസ് ഉള്ള ആളുകൾ ഹെൽപ്പ് ചെയ്യപ്പെടുന്നുണ്ട്, മെഡിക്കേഷനാൽ ഹെൽപ്പ് എടുക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. സോ അദ്ദേഹം പറയുന്നത് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് കൊടുക്കാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. സോ ഇതൊരു ഫാക്റ്റ് ആണ്, അതൊരു ഒപ്പീനിയൻ ആണ്. സോ ഇതാണ് അതിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ പറയാണ്, ഓൺലി 25% ഓഫ് മൈഗ്രെയിൻ സഫറേഴ്സ് കറന്റ്ലി ടേക്ക് മെഡിക്കേഷൻസ്. സോ നമ്മളുടെ പാരഗ്രാഫ് ഇവിടെ പറയുന്നത് എന്താണ്? ബട്ട് ഓൺലി അബൌട്ട് എ ക്വാർട്ടർ ഓഫ് ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 80% ക്വാർട്ടർ ഓഫ് ദം, ദാറ്റ് ഈസ് 20% ഓഫ് ദം മൈഗ്രെയിൻ സഫറേഴ്സ് കറന്റ്ലി ടേക്ക് മെഡിക്കേഷൻസ് എന്നാണ്. നമുക്ക് ഇവിടെ വരുന്നത് 25% ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ ദ ഫോർത്ത് വൺ, നോട്ട് ഇനഫ് മൈഗ്രെയിൻ സഫേഴ്സ് ടേക്ക് മെഡിക്കേഷൻസ്. കാര്യമായിട്ട് മൈഗ്രെയിൻ സഫേഴ്സ് എടുക്കുന്നില്ല, അത്രയും മൈഗ്രെയിൻ സഫേഴ്സ് എന്ത് ചെയ്യുന്നില്ല? മെഡിക്കേഷൻസ് എടുക്കുന്നില്ല. സോ ഇവിടെ നമ്മളോട് എന്താ പറയുന്നത്? പാരഗ്രാഫിൽ പറയുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം കോൺട്രാസ്റ്റ് വേർഡ് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം പറയുന്നുണ്ട്, എഫക്റ്റീവ് മൈഗ്രെയിൻ ട്രീറ്റ്മെന്റ്സ് ആർ അവൈലബിൾ, ദാറ്റ് ഈസ് എ ഫാക്ട്, ബട്ട് പക്ഷേ മെനി മൈഗ്രെയിൻ സഫേഴ്സ് ഡു നോട്ട് ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ദം. പക്ഷേ ഇതിൽ ഒരുപാട് മൈഗ്രെയിൻ സഫേഴ്സ് എന്ത് ചെയ്യുന്നില്ല? ഇതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നില്ല. അതൊന്ന് ഐഡിയ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വേർഡ് പറയുകയാണ്, ഐ തിങ്ക് 80% ഓഫ് ഓൾ മൈഗ്രെയിൻ സഫേഴ്സ് ക്യാൻ ബി എഫക്റ്റീവ്ലി ഹെൽപ്ഡ്. ഞാൻ വിചാരിക്കുന്നത് 80%, ദാറ്റ് മീൻസ് നമുക്കറിയാം 80% എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് അപ്പർ മോസ്റ്റ് ലെവലിലേക്ക് വന്നിരിക്കുന്ന ഒരു പെർസെൻറ്റേജ് ആണ്, ദാറ്റ് ഈസ് 80%. സോ 80% ആളുകളെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിലെ ഒരു 20%, അതല്ലെങ്കിൽ അതിലൊരു ക്വാർട്ടർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അത് ഹെൽപ്പ് എടുക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് ഇപ്പോൾ. സോ അതിനർത്ഥം എന്താണ്? നോട്ട് ഇനഫ് മൈഗ്രെയിൻ സഫേഴ്സ് ടേക്ക് മെഡിക്കേഷൻസ്. അപ്പം അത്രയ്ക്ക് മൈഗ്രെയിൻ സഫേഴ്സ് എന്ത് ചെയ്യുന്നില്ല? മെഡിക്കേഷൻസ് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്, ഇനഫായിട്ട് എടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. സോ ദ ഓപ്ഷൻ ഇസ് ഡി. സോ നമ്മൾ എപ്പോഴും ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ആശ്രയിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഹെഡ്ജിങ് വേർഡ്സ്, അതുപോലെ തന്നെ ഫാക്ട്സ് ഉണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഇൻ കോൺട്രാസ്റ്റ് വേർഡ്സുകൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒപ്പീനിയൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ആൻസർ എടുക്കാനായിട്ട് പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ഡു വാച്ച് അവർ ചാനൽ.